Hello people, welcome back to yet another episode of my YouTube channel. So, ഇവിടെ ഒരു സൗണ്ട് ഉണ്ട്, എന്തോ ഒരു സംഭവത്തിൻ്റെ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ഞാനാണ് ആദ്യം എണീറ്റിട്ടുള്ളത്. സോ എനിക്കുള്ള ഒരു കോഫിയോ ടീയോ പോസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും ഒന്ന് ഇടണം. സോ ലെറ്റ്സ് ഗോ. ഇതൊക്കെ തന്നെയും ഇവിടുത്തെ എൻ്റെ അമ്മയുടെ കലാവിരുതുകളാണ്. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്, വെട്ടം കിട്ടുന്നില്ലായിരുന്നു. നോർമലി ഞാൻ രാവിലെ എണീക്കുന്ന ഒരാളെ അല്ല, ഞാൻ മോർണിംഗ് പേഴ്സണേ അല്ല. ഞാൻ കോളേജ് ടൈമിൽ മാത്രമാണ് രാവിലെ എണീക്കുന്നത്. അല്ലാതെ ഞാൻ കോളേജ് ടൈമിൽ അല്ലാത്ത ദിവസങ്ങളൊന്നും ഞാൻ രാവിലെ എണീക്കാറില്ല. ഞാൻ ഒരു മോർണിംഗ് പേഴ്സണും അല്ല. പക്ഷേ ഇന്നിപ്പം ഞാൻ നേരത്തെ എണീറ്റു. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, ഇപ്പോൾ 9 മണി ഒക്കെ ആവുന്നു. പക്ഷേ എനിക്ക് നേരത്തെയാണ്, ബിക്കോസ് ഞാൻ എണീക്കുന്നത് ഒരു 11:30-12 മണിയൊക്കെ ആവുന്ന ടൈമിലാണ്. കാര്യം ആസ് യു നോ, ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല, ഒട്ടും ഒരു മോർണിംഗ് പേഴ്സൺ അല്ലാത്ത ഒരാളാണ്. സ്ട്രിക്ട്ലി ടു കോളേജ് ഞാൻ മോർണിംഗ് പേഴ്സണാണ്, അല്ലാത്ത ഡേയ്സ് ഒന്നും മോർണിംഗ് പേഴ്സൺ അല്ലാത്ത ഒരാളാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രിയിലൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇന്നലെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് വെളുപ്പിനെ. അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു ടൈമായി. അപ്പോൾ അതാണ് എല്ലാവരും ലേറ്റ് ആയിട്ടുള്ളത്. ഞാൻ എന്നിട്ടും നേരത്തെ എണീക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ, എനിക്കറിയത്തില്ല ദിവസം എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കം തെളിയാണ്ടുള്ളൊരു എണീക്കലാണ്. അതായത് ഇടയ്ക്ക് എണീക്കുന്നു, ഇടയ്ക്ക് ഉറങ്ങുന്നു, ഇടയ്ക്ക് എണീക്കുന്നു. ഞാൻ ഇന്ന് തന്നെ കിടന്നപ്പോൾ എത്രയോ 1:30-2 മണി അങ്ങാണ്ടായി. 4 മണിയായപ്പോൾ എണീറ്റു, 5 മണിയായപ്പോൾ എണീറ്റു, 7 മണിയായപ്പോൾ എണീറ്റു, 8 മണിയായപ്പോൾ എണീറ്റു, 9 മണിയായപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ എണീറ്റു. അങ്ങോട്ട് എനിക്ക് ഉറങ്ങണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എണീക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എണീറ്റു അങ്ങോട്ട്. അപ്പം ഇന്നെന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. ഞാൻ വിചാരിച്ചു രാവിലെ എന്തായാലും എണീറ്റ് വന്നു, വെറുതെ ഇരിക്കുന്ന ഫോൺ തോണ്ടുന്നതിലും ഭേദം ഒരു വ്ളോഗ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. എപ്പോഴും ഇതൊക്കെ തന്നെ അല്ലേ, റീൽസ്, കാര്യങ്ങൾ, വ്ളോഗ്. ഞാൻ കുറേ നാളായി ആക്ച്വലി ഒരു ട്രാക്കിലെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല ഗൈസ്. ഒരു ട്രാക്കിലോട്ട് എത്താൻ പറ്റുന്നില്ല. ഒരു വീഡിയോ ഇടും, പിന്നെ സ്കിപ്പ് ആവും, അടുത്ത വീഡിയോ ഇടും, പിന്നെ സ്കിപ്പ് ആവും. ശരിക്കും പറഞ്ഞാൽ ഇത് ഡേ ടു ഡേ പണ്ടൊക്കെ ഞാൻ പ്ലാനിങ് ആയിരുന്നു. എനിക്കെല്ലാം പ്ലാനിങ് ആയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ എല്ലാം ഒരു പ്ലാനിങ് ആയിട്ടായിരുന്നു. ഇന്ന ദിവസം ഇന്ന വീഡിയോ ഇന്ന ടൈമിൽ കയറും എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ഒരു പ്ലാനിങ്ങും ഇല്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ കൺട്രോൾ ചെയ്യാറില്ല. പഴയ രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഞാനിപ്പോൾ കൺട്രോൾ ചെയ്യാറില്ല. അതായത് ഇന്ന ദിവസം ഇന്ന വീഡിയോ കയറിയില്ലെങ്കിൽ പ്രശ്നമാകും എന്നുള്ളൊരു കൺട്രോളിങ് ഞാൻ എന്നിൽ കൊടുക്കാറില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വ്ളോഗിങ് ആണെങ്കിലും ഒക്കെ എനിക്കിഷ്ടമുള്ള വീഡിയോസ്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു ടൈമിൽ, പെർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ചില വീഡിയോസ് ഞാൻ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്, ബിക്കോസ് അതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. ഇപ്പം തന്നെ ഈ ഫോണിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും, പക്ഷെ അതൊക്കെ ഞാൻ ചിലതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് 2 വ്ളോഗ് വരാനുണ്ടായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടും സമയമില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടുമാണ്. പക്ഷെ എനിക്ക് എല്ലാത്തിനും സമയമുണ്ട് പറഞ്ഞു വരുമ്പം. അങ്ങനെയാണ് എൻ്റെ കാര്യം. അപ്പം നമുക്ക് ഇവിടെ ഹോർലിക്സ് ആയിട്ടുണ്ട്, നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാം ആദ്യം. എനിക്ക് തീരെ ഇല്ലാത്തൊരു സ്വഭാവമാണ്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ലീസ്റ്റായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് പോയിട്ട് ആദ്യം വെള്ളം കുടിക്കാം, എന്നിട്ട് ഹോർലിക്സ് കുടിക്കാം. അപ്പോഴത്തേക്കിനും അമ്മ എണീറ്റ് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അമ്മേനെ കുറ്റം പറയാനും പറ്റില്ല, കാര്യം ഇന്നലെ അതുപോലെയായിരുന്നു എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മ 3 മണി 4 മണി കണ്ടായി കിടന്നപ്പോൾ. അപ്പോൾ അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാധാരണ നോർമലി 7 മണിക്ക് ഗുഡ് മോർണിംഗ് ആദ്യം ഇടുന്നത് അമ്മയാണ്. പിന്നെ ഗുഡ് മോർണിംഗ് കാണാത്ത സ്ഥിതിക്ക് അമ്മ എന്തായാലും ഉറങ്ങി പോയിട്ടുണ്ടാവും. അപ്പം കുറച്ച് പാത്രം ഇവിടെ ഉണ്ട്, നല്ല ഫുഡ് കഴിച്ചതിൻ്റെ ഒക്കെ. മോർണിംഗിൽ രാവിലെ അമ്മയ്ക്ക് അങ്ങനെ ഇടുന്ന ആക്ച്വലി സിങ്കിൽ പാത്രം ഇടുന്ന ഇഷ്ടമല്ല. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് ഇതും ഒന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് ആദ്യം പോയിട്ട് ഇത്തിരി വെള്ളം കുടിക്കാം.
ഹോർലിക്സ് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം അമ്മ മെഹന്തി ചെയ്യാൻ കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനാണ്. പിന്നെ അമ്മമ്മ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അത് കാരണം അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു അവനെ കാണാനായിട്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ്. ഞാനിങ്ങനെ ചിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ ഒരിക്കലും ഫ്രെയിമിൽ കിട്ടാറേ ഇല്ല. അപ്പോൾ വളരെ റെയറായിട്ട് കിട്ടുന്ന മൊമെൻറ്റ്സാണ്. അത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്തുള്ള ചിരിയാണ് കേട്ടോ. നിങ്ങൾ കാര്യമാക്കണ്ട, ജസ്റ്റ് ഫാമിലി തിങ്സ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഇന്നൊരു എല്ലാവരും ടുഗദർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിന്ന് ചെറിയൊരു നിയർ ബൈ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനും എൻ്റെ ഇളയ ചേട്ടനും കൂടി പോയിട്ട് എൻ്റെ ഒരു ഡ്രസ്സ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഞാനത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. കാര്യം ഞാൻ എപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്ഷനിൽ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടാറുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് വാങ്ങാൻ പോയതാണ്. ഇപ്പം ഏതാണ്ടോ എനിക്ക് തന്നു മുട്ടായി ചത്തു പോകുന്നു പറഞ്ഞു. അതെ ഗൈസ്, അതൊരു മുട്ടായിയാണ്, വെറും മുട്ടായിയാണ്. അപ്പം എന്നാ ചത്തൊന്നും പോകത്തില്ല. എന്നോട് ചോദിച്ചെന്താ ബബിൾക്ക് അല്ലേ ചത്തു പോവെന്നൊക്കെയാ ചോദിച്ചു. ബബിൾക്കാണെന്ന് ചോദിച്ചു. എന്തത് ചെള്ള മുഖം നിനക്കുണ്ട്, നിനക്കുണ്ടോ? ഇല്ല, എനിക്കുണ്ട്. എന്താ ചെള്ളയുണ്ട്. ഇത് കൊള്ളാമോ? ഞാനിട്ടതാ ഗൈസ്, എങ്ങനുണ്ട്? ഇത് വേണ്ട, കളറേ കണ്ടുള്ളൂ, വേറെ കളറൊന്നും കണ്ടില്ല. എടാ ഇത് മൈലാഞ്ചിയാ? മൈലാഞ്ചി കൊള്ളാമോ? കൊള്ളാം 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 കൊള്ളാം, അടിപൊളി. ഒരു ഉമ്മ തന്നെ. എന്താ നമ്മളെല്ലാവരും നല്ല ടയേർഡും ഡള്ളും ആയിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കിടന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞു. ഏതാണ്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഒരു 1:30-2 മണിയൊക്കെ ആയി കാണും. അപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല ഡള്ളാണ്. എല്ലാവരും അവരവരുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പം നമ്മൾ ഫംഗ്ഷന് പോയ സമയത്ത് എടുത്ത കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. റയാൻഷ് എന്നാണ് കേട്ടോ ബേബിയുടെ പേര്. റയാൻഷ് ബേബിയുടെ കുറച്ച് ഫോട്ടോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നു ഫുൾ ഫാമിലി ആയിട്ട്. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ പോയപ്പോൾ ആദിച്ചേട്ടൻ്റെ അച്ഛൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊട്ടിയൂർ കുറച്ച് രാത്രി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഒരു വീക്കെൻഡ് ഡേ ആണ്. അപ്പോൾ അന്ന് പതിവ് കൂടുതൽ തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു ദിവസത്തിലാണ് നമ്മൾ പോയത്. ഹൗവർ നമുക്കത് എങ്ങനെയൊക്കെയോ നമ്മൾ തൊഴുത് ഇറങ്ങുമായിരുന്നു പെട്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേണിങ് വന്നു. അപ്പോൾ ഇത് ജസ്റ്റ് അവിടെ നിന്നിട്ടുണ്ടായിരുന്ന സമയത്ത് എടുത്തിരുന്ന കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന ബ്രഹ്മഗിരി എന്ന് പറയുന്നൊരു ഹോട്ടലിലായിരുന്നു കേട്ടോ. ഇവിടെയാണ് ഞാൻ കുഞ്ഞിലേ തൊട്ട് കൊട്ടൂർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ ആ ടൈമിലൊക്കെ ഇവിടെ തന്നെ ആട്ടോ സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹോട്ടൽ. കാര്യം ഇവിടുത്തെ ഒരു പാലം, ഈ ഒരു പാലം കയറി ഇറങ്ങുന്നൊരു വൈബ് ഉണ്ടല്ലോ, നല്ല രസമാണ് കാണാൻ. പിന്നെ രാവിലെ ബുഫേ ആണ്, നമുക്കിഷ്ടമുള്ള ഫുഡ് എടുക്കാം. ഞാനപ്പോൾ എനിക്കിപ്പോൾ ആവശ്യമുള്ള കുറച്ച് ഫുഡ് എടുത്തു. പിന്നെ ഇത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കോർണേഴ്സാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. റൂംസ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റൂംസൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ തിരുനെല്ലി അതേപോലെ കൊട്ടിയൂർ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുനെല്ലി റൂട്ട് നോക്കിയപ്പോഴത്തേക്കിനും ആ ഒരു സൈഡിലുണ്ടായിരുന്ന ഒരു ഉണ്ണിയപ്പക്കടയാണ് കേട്ടോ. ഇവിടെ നമ്മൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മൾ കയറിയിട്ടേ ഉള്ളൂ. കയറി നല്ല ഉണ്ണിയപ്പമാണ്, കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു മാസത്തെ ആ ഒരു വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഒരു ചെറിയൊരു വ്ളോഗ്. ഇത് ഞാൻ പല രീതിയിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ തന്നെ ഒരു 5-6 തവണ പല രീതിയിലാണ് കൊടുക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.